നമസ്കാരം. ഈ ക്ലാസ്സിൽ കാവ്യപ്രകാശം നോക്കാം. കാവ്യപ്രയോജനം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി കാവ്യകാരണം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. കാവ്യപ്രകാശഃ ഏവമസ്യ പ്രയോജനമുക്ത്വാ കാരണമാഹ ശക്തിർനിപുണതാ ലോകശാസ്ത്രകാവ്യാദ്യവേക്ഷണാത് കാവ്യജ്ഞശിക്ഷയാഭ്യാസഃ ഇതി ഹേതുസ്തദുദ്ഭവേ. ശക്തിർനിപുണതാ ലോകശാസ്ത്രകാവ്യാദ്യവേക്ഷണാത് കാവ്യജ്ഞശിക്ഷയാഭ്യാസഃ ഇതി ഹേതുസ്തദുദ്ഭവേ. ഇതി തദുദ്ഭവേ ത്രയഃ ഹേതുഃ. കാവ്യമുണ്ടാകുന്നതിന് 3 കാരണങ്ങളാണുള്ളത്. 3 കാരണങ്ങളാണെങ്കിലും ഇവിടെ ഹേതുഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ ബഹുവചനല്ലേ, അപ്പോൾ ഇത് ഹേതവഹ എന്ന് പറയണ്ടേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഏകവചനത്തിൽ ഹേതുഹു എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ 3 സെപ്പറേറ്റ് ആയിട്ട് കാരണങ്ങളല്ല, ഈ 3 ഒറ്റ കാരണമാണ്. അതായത് ഈ 3 ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ കാവ്യം ഉണ്ടാകുകയില്ല. കാവ്യം ഉണ്ടാകണമെങ്കിൽ ഈ 3 കാരണങ്ങളും വേണം. അപ്പോൾ എന്താണ് ആ 3 കാരണങ്ങൾ? ശക്തി, നിപുണത, അഭ്യാസഃ. ഇത് 3മാണ് കാവ്യത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. ശക്തി, നിപുണത, അഭ്യാസഃ. അപ്പോൾ എന്താണ് ഈ ശക്തി, എന്താണ് നിപുണത, എന്താണ് അഭ്യാസമെന്ന് നോക്കാം. ഇവിടെ കാവ്യപ്രകാശത്തിൽ പറയുന്നു, ശക്തി കവിത്വബീജരൂപഃ സംസ്കാരവിശേഷഃ യാം വിനാ കാവ്യം ന പ്രസരേത് പ്രസൃതം വാ ഉപഹസനീയം സ്യാത്. ശക്തി എന്നാൽ കവിത്വത്തിന് വിത്തായിട്ടുള്ള സംസ്കാരവിശേഷത്തിനെയാണ് ശക്തി എന്ന് പറയുന്നത്. കവിത്വത്തിന് വിത്തായിട്ടുള്ള സംസ്കാരവിശേഷത്തെ, അതായത് എല്ലാവർക്കും കാവ്യം എഴുതാൻ പറ്റില്ല അല്ലേ. ആ കവിത്വം എന്നുള്ള ഒരു ഘടകമുള്ളവർക്ക് മാത്രമേ എന്തെഴുതാൻ പറ്റുള്ളൂ, കവിത എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ കവിത്വത്തിന് വിത്തായിട്ടുള്ള ഒരു സംസ്കാരവിശേഷം ഉള്ള ആൾക്കാണ് കവിത എഴുതാൻ പറ്റുക. അപ്പോൾ അതിനെയാണ് കവിത്വബീജരൂപഃ സംസ്കാരവിശേഷഃ. കവിത്വത്തിന് വിത്തായിട്ടുള്ള ഒരു സംസ്കാരവിശേഷം, അതിനെയാണ് ശക്തി എന്ന് പറയുന്നത്. യാം വിന കാവ്യം ന പ്രസരേത്. ആ കവിത്വത്തിന് ബീജരൂപമായിട്ടുള്ള ആ സംസ്കാരമില്ലെങ്കിൽ കാവ്യം എഴുതാൻ പറ്റില്ല. പ്രസൃതം വാ ഉപഹസനീയം സ്യാത്. ഇനി കാവ്യം ഉണ്ടായാൽ തന്നെ കവിത്വ ബീജരൂപമായിട്ടുള്ള സംസ്കാരവിശേഷം ഇല്ലാത്തൊരുവൻ കാവ്യം എഴുതിയാൽ തന്നെ എന്താണ്, ഉപഹസനീയം സ്യാത്. വെറുതെ പരിഹാസത്തിന് പാത്രമാവുക മാത്രമേ ചെയ്യുള്ളൂ. ആ കാവ്യത്തെ ആസ്വദിക്കാനൊന്നും കൊള്ളില്ല. അപ്പോൾ ശക്തി എന്നാൽ കവിത്വ ബീജരൂപഃ സംസ്കാരവിശേഷഃ. ഇനി അടുത്ത കാരണമല്ല, ഇത് കൂട്ടം കൂടി ഒരുമിച്ച് കാരണമാണ്. അപ്പോൾ അടുത്തതായിട്ട് എന്താണ്, നിപുണത. എന്താണ് നിപുണത? ലോകസ്യ സ്ഥാവരജംഗമാത്മകസ്യ ലോകവൃത്തസ്യ ശാസ്ത്രാണാം ഛന്ദോ വ്യാകരണാഭിധാന കോശകലാചതുർവർഗ ഗജ തുരഗ ഖഡ്ഗാദി ലക്ഷണഗ്രന്ഥാനാം കാവ്യാനാം ച മഹാകവിസംബന്ധിനാം ആദിഗ്രഹണാദിതിഹാസാദീനാം വിമർശനാത് വ്യുത്പത്തി. ഇവിടെ കാവ്യകാരണം പറയുന്ന കാരികയിൽ എന്താണ് പറയുന്നത്? ലോകശാസ്ത്രകാവ്യാദ്യവേക്ഷണാത് നിപുണത എന്നാണ്. ലോകശാസ്ത്ര കാവ്യം തുടങ്ങിയവയിൽ അവേക്ഷണം ചെയ്തുകൊണ്ട്, തുടങ്ങിയവയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നുമുണ്ടാകുന്ന നിപുണത എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അതിനെ വിശദീകരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ലോകസ്യ, ലോക എന്ന് പറഞ്ഞു, ലോകശാസ്ത്രകാവ്യാദ്യവേക്ഷണാത് എന്നാണല്ലോ. ലോക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ലോകം? സ്ഥാവരജംഗമാത്മകസ്യ ലോകവൃത്തസ്യ. സ്ഥാവരം ജംഗമം, സ്ഥാവരം എന്ന് വെച്ചാൽ ചലിക്കാത്തതും
ജംഗമം ചലിക്കുന്നതുമായിട്ടുള്ള ഈ ലോകത്ത് നടക്കുന്ന സ്ഥിതി സംഭവങ്ങൾ, ലോകത്തെ സ്ഥിതി, ഇവയെ പറ്റിയുള്ള അറിവ്, അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? നിപുണതയുണ്ടാകുന്നു. അതായത് ലോകജീവിതത്തിൻ്റെ അനുഭവജ്ഞാനം, ലോകജീവിതാനുഭവജ്ഞാനം, അതിൽ നിന്നും എന്തുണ്ടാകുന്നു? നിപുണതയുണ്ടാകുന്നു. പിന്നെ എന്താണ് പറഞ്ഞത്? ലോകശാസ്ത്ര. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രങ്ങളുടെ ജ്ഞാനം, അതിൽ നിന്ന് നിപുണത ഉണ്ടാകുന്നു. എന്താണ് ശാസ്ത്രം? ഇവിടെ പറയുന്നത് ശാസ്ത്രാണാം ഛന്ദോ വ്യാകരണാഭിധാന കോശകലാ ചതുർവർഗ ഗജതുരക ഖഡ്ഗാദി ലക്ഷണ ഗ്രന്ഥാനാം എന്നാണ്. അതായത് ഛന്ദോ വ്യാകരണ, ഛന്ദസ് എന്ന് പറഞ്ഞാൽ വൃത്തം, വ്യാകരണം, അതുപോലെ അഭിധാനകോശം. അഭിധാനകോശം എന്ന് പറഞ്ഞാൽ നിഘണ്ടു, അതായത് കോശഗ്രന്ഥങ്ങൾ, പദങ്ങളും അവയുടെ അർത്ഥങ്ങളുടെയൊക്കെ ബോധം തരുന്ന കോശഗ്രന്ഥങ്ങൾ, അമരകോശം തുടങ്ങിയിട്ടുള്ള കോശഗ്രന്ഥങ്ങൾ, അവയുടെ അറിവ്. അതുപോലെ കലാചതുർവർഗ, ഗീതം, നൃത്തം, വാദ്യം തുടങ്ങിയിട്ടുള്ള കലകളുടെ അറിവ്. അതുപോലെ ചതുർവർഗം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇവയാണ് ചതുർവർഗങ്ങൾ, ഇവയുടെ അറിവ്. അതുപോലെ ഗജതുരക ഖഡ്ഗാദി ലക്ഷണ ഗ്രന്ഥാനാം, ഗജം ആന, ഖഡ്ഗം കുതിര, ഗജം തുരകം കുതിര, ഗജം ആന, തുരകം കുതിര, ഖഡ്ഗം കരവാൾ തുടങ്ങിയവയുടെ ലക്ഷണം പറയുന്ന ഗ്രന്ഥങ്ങളുടെ അറിവ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ എല്ലാ വിധത്തിലുമുള്ള വിജ്ഞാനം, ഇതൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഈ അറിവുകളിൽ നിന്ന് എന്തുണ്ടാകുന്നു? നിപുണത ഉണ്ടാകുന്നു. പിന്നെ എന്ത് കൂടി അറിയണം? അതുപോലെ കാവ്യാദ്യവേക്ഷണാത്, അതായത് മഹാകവികളുമായിട്ട് ബന്ധപ്പെട്ട രചനകൾ, മഹാകവികൾ എഴുതിയിട്ടുള്ള കാവ്യങ്ങൾ ഏതൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള നല്ല അറിവ്, അത് വായിച്ച് തഴക്കം. അപ്പോൾ അതുപോലെ കാവ്യാദി എന്ന് പറഞ്ഞു, ആദിപദം കൊണ്ട് കാവ്യം തുടങ്ങിയവയെ എന്ന് പറഞ്ഞു. അപ്പോൾ ആദിപദം കൊണ്ട് ഇതിഹാസാദികൾ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതിനെയൊക്കെ വേണ്ടും വണ്ണം മനസ്സിലാക്കി അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? നിപുണത ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ, അതായത് ലോക, ശാസ്ത്ര, കാവ്യ, ആദി, ഇവയെയൊക്കെ വേണ്ട പോലെ പഠിച്ച് അതിൽ നിന്നുണ്ടാകുന്ന വ്യുത്പത്തി, അതിനെയാണ് നിപുണത എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? കാവ്യജ്ഞശിക്ഷയാ അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. കാവ്യം കർത്തും വിചാരയിതും ചയേ ജാനന്തി തദുപദേശേന കരണേ യോജനേ ച പൗനഃപുന്യേന പ്രവൃത്തിരിതി ത്രയസ്സമുദിതാ നതു വ്യസ്താഃ തസ്യ കാവ്യസ്യോദ്ഭവേ നിർമ്മാണേ സമുല്ലാസേ ച ഹേതുർനതു ഹേതവഃ. അതായത് അഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് എന്ന് തന്നെ. അപ്പോൾ എന്താണ്? കാവ്യം കർത്തും വിചാരയിതും ചയേ ജാനന്തി, കാവ്യം എഴുതാനും അതിനെ വിമർശിക്കാനുമൊക്കെ അറിവുള്ള ആൾക്കാരുടെ ഉപദേശത്തിനനുസരിച്ച് ചയേ ജാനന്തി തതുപദേശേന കരണേ യോജനേച്ച, എഴുതിയും ഒരു കാവ്യം എഴുതി പിന്നെ അത് തിരുത്തി അത് വീണ്ടും പിന്നെയും ശ്രമിച്ച് ഇങ്ങനെ അഭ്യസിച്ച് വെറുതെ അഭ്യസിക്കില്ല, കാവ്യത്തെ നല്ലപോലെ രചിക്കാനും കാവ്യങ്ങളെ വിമർശിക്കാനും കഴിവുള്ള ആൾക്കാരുടെ ഉപദേശത്തിനനുസരിച്ച്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു കവിത എഴുതിക്കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരെന്താ നല്ല കവികളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കും, ഇതെങ്ങനെയുണ്ട്, അപ്പോൾ അവർ പറയും ഇന്ന തിരുത്തലുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം എഴുതിയും തിരുത്തിയും ആവർത്തിച്ച് വരുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. അതാണ് തതുപദേശേന കരണേ യോജനേച്ച പൗനഃപുന്യേന പ്രവൃത്തി, വീണ്ടുമുള്ള പ്രവൃത്തി, അതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാവ്യകാരണം എന്ന് ചോദിച്ചാൽ ശക്തി, നിപുണത, അഭ്യാസ എന്ന് പറയണം.
അപ്പോൾ ഈ മൂന്നും കൂടിയിട്ട് ത്രയഃ സമുദിതാഹ, മൂന്നും കൂടിയിട്ടാണ് ഹേതു. നതു വ്യസ്താഹ, വേറെ വേറെയല്ല ഇവ കാവ്യത്തിന് കാരണം. തസ്യ കാവ്യസ്യോദ്ഭവേ നിർമ്മാണേ, കാവ്യത്തിൻ്റെ ഉത്ഭവത്തിനും രചനയ്ക്കും സമുല്ലാസേ തെളിച്ചത്തിനും ച ഹേതുഹു നതു ഹേതവഃ, ഹേതുവാണ്. ഇവ മൂന്നും കൂടി ഒറ്റ ഹേതുവാണ്, അല്ലാതെ ഇവ കാവ്യ കാരണങ്ങളല്ല, വ്യത്യസ്ത കാരണങ്ങളല്ല, കാവ്യ കാരണമാണിവ. എന്താണ് കാവ്യകാരണം? ശക്തി, നിപുണത, അഭ്യാസ. അപ്പം നിപുണത എങ്ങനെയാണ് ഉണ്ടാവുക? ലോകശാസ്ത്രകാവ്യാദ്യവേക്ഷണാത് നിപുണത. അഭ്യാസം എങ്ങനെയാണ് ഉണ്ടാവുക? കാവ്യജ്ഞശിക്ഷയാ അഭ്യാസ. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത്വ ബീജരൂപ സംസ്കാരവിശേഷ. അപ്പോൾ ഇവയാണ് കാവ്യത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്.